ഞാൻ ചെറിയൊരു വർക്കിലായിരുന്നു. ആ വർക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ചെയ്തൊരു ഇന്റീരിയർ വർക്ക്. ഇതൊരു 10 വർഷം പഴക്കമുള്ള വീടാണ്. പാർട്ടി എടുത്തു, ഒരു UK യിലാണ്. അപ്പൊ അവർ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ വീട് മുഷിഞ്ഞ് ആകെ അലങ്കോലമായി, കുറെ ഭിത്തിയലമാരിയൊക്കെ ഉള്ള ഒരു വീടായിരുന്നു. ഞാൻ അതിന്റെ ആദ്യ രൂപം ഒന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ഒരു പഴയ വീടാണ് അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള കിച്ചൺ ആണെങ്കിൽ അതെങ്ങനെ പുതുമയോട് കൂടിയ ഒരു മോഡുലാർ കിച്ചൺ ആക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പഴയ വീടുകളിൽ ഇതുപോലുള്ള ധാരാളം ഭിത്തി അലമാരികൾ ഉണ്ടാവും. അപ്പൊ ഈ സ്ലാബ് നമുക്ക് പൊളിച്ച് കളയാണ്ട് തന്നെ ഇതൊരു ഡ്രസ്സിംഗ് അലമാരിയാക്കി മാറ്റാൻ കഴിയും. ഇത് പുതുക്കി പണിത് നമ്മൾ ഈ മനോഹരമായ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു വുഡൻ ഫിനിഷ് ആണ്, ഒരു തേക്കിന്റെ ഗ്രൈൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ഹാളും ലിവിംഗ് ഹാളും രണ്ടായി തിരിച്ചൊരു സെപ്പറേഷൻ ആണിത്. WPC-യിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ഐവറിയുടെ ഗ്ലോസി മൈക്കാണ് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന നാനോ വൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. നല്ല ആർട്ടിഫിഷ്യൽ ആണ്, നമ്മൾ ഒറിജിനൽ ഗ്രാനൈറ്റ് പോലത്തെ സംഭവമല്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്, നല്ല വില വരുന്നുണ്ട്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടതുപോലെ ഉണ്ടാവും. നിങ്ങൾ തന്നെ കണ്ടില്ല എന്ത് ക്യൂട്ടായിട്ടാണ് നോക്കും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു മോഡുലാർ കിച്ചൺ, ഒരു ആധുനിക രീതിയിലുള്ള ഒരു വലിയ കിച്ചണിലുള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വെക്കുന്ന പോർഷൻ 2 പോർഷനാണ്, ഭാഗമാണുള്ളത്. കാരണം ഒരു ഫുൾ സിലിണ്ടറും ഒരു 4 സിലിണ്ടറും വെക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. പിന്നെ ഇത് കൺസീൽഡ് സ്റ്റൗവാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഹോബ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെയാണ് വാഷ് ബേസിൻ. ഇത് വിക്കർ ബാസ്ക്കറ്റ് ആണ്, നമുക്ക് പച്ചക്കറി ഐറ്റംസ്, പഴങ്ങൾ ഒക്കെ വെക്കാനുള്ള വിക്കർ ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവിധ ബാസ്ക്കറ്റുകളും നമുക്കിവിടെ നമ്മൾ ഈ ഒരു ചെറിയ കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. ഇനി ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിലും ഇവിടെ നല്ല വിശാലമായ നമ്മളൊരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ മൈക്ക് ഒട്ടിച്ചിട്ടില്ല. ഇത് WPC-ന്റെ ഒറിജിനൽ ആ ഒരു ഐവറി കളറാണ്. ഇവിടെ ഈ കാണുന്നതാണ് മൈക്ക് ഒട്ടിച്ചിട്ടുണ്ട്, ബോർഡർ മൈക്ക് ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലോസി ആയിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വിശാലമായ അലമാരിയാണ്. ഇവിടെ ഹാങ്ങിങ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിയിൽ ഡോറുണ്ട്, ഡ്രോയർ ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ 2 ഡോർ ഉണ്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഒരു പഴയ സ്റ്റീൽ അലമാരി എല്ലാവരുടെ വീട്ടിലുണ്ടാവും, നല്ല അലമാരിയായിരിക്കും. പക്ഷെ അത് നമ്മൾ പുതിയ ഫർണിച്ചർ പണിയുമ്പോൾ അത് കളയാനും പറ്റില്ല. അപ്പൊ ആ ഒരു ഫർണിച്ചറിനെ, ആ ഒരു അലമാരിനെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ ഒരു രീതിയിൽ നിൽക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ പോലെ ഇത് മാത്രം മാറി നിൽക്കും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡ്രസ്സിംഗ് ടേബിളാണുള്ളത്, ഒരു മേക്കപ്പ് ടേബിൾ എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഒരു ചെയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെയർ ഇട്ട് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ഒരു ഓപ്പൺ തട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെർഫ്യൂം അതുപോലുള്ള ക്രീമുകളൊക്കെ വെക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യം ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ടൂത്ത് ബ്രഷ് അല്ല, മേക്കപ്പ് ബ്രഷുകളൊക്കെ വെക്കാനുള്ള ചെറിയ ഡ്രോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു ഡൂം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയ വീഡിയോ, ഇതിന്റെ വിശദമായ വീഡിയോ നമ്മൾ ജിത്തുസ് ജേർണി ഫേസ്ബുക്ക് ചാനൽ, യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർമ്മാണമൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കാം.